തന്റെ ഭാര്യ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്. പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഭാര്യയുടെ ഒരു വള പണയം വെച്ചതിന് ശേഷം പൈസയുമായിട്ട് വരുമ്പോ ഒരു കള്ളൻ തന്റെ പൈസ തട്ടിപ്പറിച്ചു. കള്ളന്റെ വേഷം കൊടുത്താൽ മതി, മേക്കപ്പിന്റെ ആവശ്യമില്ല. കള്ളന്റെ വേഷം അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് കുറെ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്നുകൂടെ ചെയ്തേ. അർപ്പിക്കല്ലേ? ആ ഓക്കെ, ആക്ഷൻ. അങ്ങനെ ചെയ്യല്ലേ. ഫ്രെയിമിൽ കയറരുത്. ഞാൻ ചെതലോ ആ ഫ്രെയിം അല്ലേ, ക്യാമറയുടെ ഫ്രെയിമിലോട്ട് കയറരുത്. സാർ അങ്ങോട്ട് മാറിയിരിക്കും, പുള്ളി അഭിനയിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിടുക. മല മറിക്കും ഇപ്പൊ. ആക്ഷൻ. എന്റെ പൈസ പോയേ. അങ്ങോട്ട് നോക്കിയിട്ട് പറയടൂ. എടോന്ന് വിളിക്കില്ല അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാം. അദ്ദേഹം ഒരു കാര്യം ചെയ്യാം. അല്ല ഞാൻ പറയാം, എനിക്ക് ഇനി സമയമില്ല, അതുകൊണ്ടാണ് എനിക്കിനി സമയമില്ല. അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പകുത്തു തരാം. നിങ്ങൾ ആരാണ് നല്ല അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമയം പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. നിങ്ങൾ നന്നായിട്ട് ആരാണോ അവതരിപ്പിക്കുന്നത് അവർക്ക് ഇത്. നിങ്ങള് ഉറ്റ ചങ്ങാതിമാരാണ്. നമ്മളാ അല്ല, അത് സാങ്കല്പികമാണ് സാർ. ഉറ്റ ചങ്ങാതിമാരാണ്. കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സ്നേഹപ്രകടനം, ആ ഒരു ആഹ്ലാദ പ്രകടനം നിങ്ങൾ പുറപ്പെടുവിക്കണം. ആക്ഷൻ. ഇങ്ങനല്ലെന്ന്. അതായത് നിങ്ങൾ പരസ്പരം കണ്ണിലോട്ട് നോക്കി ഈ പറയുന്ന ഡയലോഗുകൾ സ്നേഹപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ആക്കണം. ഓക്കെ, ആക്ഷൻ. നീ എവിടായിരുന്നു? ഞാനിവിടെ സിനിമ ഷൂട്ടിനോ തിരക്കഥയ്ക്കോ ഒന്നും ഞാൻ വന്നല്ല. ഞാൻ ഒരു സർവേയർ ആണ്. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ വസ്തു അളക്കാൻ വന്ന. സോറി. ഞാൻ ഇത് കണ്ടോ, ഇത് ഷൂട്ട് ചെയ്യുന്ന ഒന്ന് ക്യാമറ അല്ല, ഞാൻ ഇവിടെ സർവേ ആണ്, റീസർവേക്ക് വന്നതാണ്. ഞാൻ കണ്ടറിയത്തില്ല അതല്ലെന്നുള്ള കാര്യം. അതായത് നിങ്ങളുടെ വസ്തു അളക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, എനിക്ക് 20 സെന്റ് വസ്തു ഉണ്ടല്ലോ, പിന്നെ എന്തായാലും നടക്കുന്നത്. അല്ലല്ലേ, 20 സെന്റ് വസ്തു ഉണ്ട് എനിക്ക്. ഇന്നലെ രാത്രി വരെ 18 സെന്റർ ഉണ്ടാവും. ഈ 2 സെന്റ് നീ എവിടെ കൊണ്ടുവന്നു? ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തിയെടുത്തു. കാലിന്റെ കുറുകുട്ടിയെ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വസ്തു അളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൊച്ചു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വസ്തു ഇവിടെ അളക്കും. എന്റെ വസ്തു അളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒറ്റ മര്യാദ കളഞ്ഞു. നിങ്ങളുടെ വീട് എവിടെ? കാണുന്നത് എന്റെ വീട്, അടിപൊളി സാധനം. നിങ്ങളുടെ വീട് എവിടെ? എന്റെ വീട് കാണോ? ഓ, ഇത്രയും അടുത്തായിട്ട് നിങ്ങൾ എന്ത് ഇത്രയും വലിയ ശത്രുത? അറിയാൻ ഞാൻ ചോദിക്കുവാണ്, എന്തോ ഇത്ര വലിയ ശത്രുത? എന്റെ പെണ്ണുമ്പിള്ള ഇയാൾക്ക് ഇഷ്ടമല്ല. എന്റെ പെണ്ണുമ്പിള്ള ഇഷ്ടമല്ല ഇയാൾക്ക്. മോളെ, എന്റെ പെണ്ണുപിള്ളക്ക് ഇവരെ ജീവൻ. പക്ഷെ ഇവനവളെ ഇഷ്ടമല്ലത്. ഞാൻ 3-4 ആഴ്ചയൊക്കെ പണിക്ക് പോയിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് എന്റെ പെണ്ണുപിള്ള മാത്രമേ ഉള്ളൂ വീട്ടില്. ഇവന് രാത്രി ഒന്ന് ചെന്ന് കൂട്ടിരിക്കാൻ പാടില്ല. അല്ലേ? അതല്ലേ ഒരു മനുഷ്യത്വം. പെണ്ണുമ്പോളോട് കൂട്ടിരുന്നു കഴിഞ്ഞാൽ രാത്രി കൂട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോ എന്റെ പെണ്ണുപിള്ളയുടെ മടിയിൽ അവൻ തല വെച്ച് കിടക്കണു. അവള് പേൻ കൊന്നുകൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോ ഇവനെണീറ്റ് ഓടിപ്പോയി. ആ പേൻ മൊത്തം കൊല്ലാൻ പോലും സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. എനിക്ക് ഇയാളെ കാണുന്ന ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഭാര്യയെ പളനിക്ക് പോയപ്പോ ഇയാളെ എന്ത് കെട്ടിപ്പിടിക്കാൻ ചെന്ന് ഇയാള് സമ്മതിച്ചില്ല. എന്റെ ഭാര്യ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം ഇവ കുളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ പെണ്ണുമ്പിള്ളയോട് പറയാ അവന് പുറം തയ്ച്ചു കൊടുക്കാൻ. എന്റെ പുറം തയ്ച്ച് തരണം നിങ്ങളുടെ പെണ്ണുമ്പിള്ള. എടാ, നിന്റെ പെണ്ണുമ്പിള്ളെ കൊണ്ട് നിന്റെ പുറം തേക്കണം. അവള് വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ പെണ്ണുമ്പിള്ളോട് പറഞ്ഞ എന്റെ പുറം തയ്ച്ചത്. തേക്കാനുള്ള പുറമാണ് ഈ കാണുന്നത്. ഈ കേരളത്തിനെ പറ്റിയ സാംസ്കാരിക രീതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് നല്ല സംസ്കാരമുണ്ട്. അത് ഞാൻ ആദ്യത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് നല്ല സംസ്കാരം. എനിക്ക് എന്നെ തറവാടിത്തം ഇല്ലാത്ത എന്താ പറയണോ? എന്നോ മേത്തോട്ട് കളിക്കരുത്, മേത്തോട്ട് കളിക്കരുത്.
നിനക്ക് എന്താ എനിക്ക് എന്താ നിനക്ക് എന്താ 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 നിനക്ക് ഏ? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? ശ്ശെ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറ ചേട്ടാ. എന്താ ക്ഷമിക്ക, അച്ഛനില്ലല്ലേ? ഉണ്ട്. എന്നിട്ട് എന്തിയെ? ഓടിക്കുന്നു. ആദ്യം അങ്ങ് പറഞ്ഞ പോരെ, പിന്നെ കുറെ പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു എന്തുവാ? എന്റെ അമ്മയുടെ കാര്യം അയാൾ എന്നോട് പറഞ്ഞത്. എന്റെ മരുമക്കളുടെ കാര്യം എന്റെ മോനും പറഞ്ഞത്. ഞാൻ പലയിടത്ത് പോയിട്ടുണ്ട് കേട്ടോ, പലയിടത്തും. പക്ഷെ ഇതുപോലൊരു തന്തേ മോനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എന്താ ഇനി ഒന്നും പറഞ്ഞോണ്ടിരിക്കണം? എന്താ വിഷമം? അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് വിഷമിക്കല്ലേ, കരയല്ലേ 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 കരയല്ലല്ല. ഈ മോനുണ്ട് അച്ഛന്. അച്ഛനെ മോൻ നോക്കും. അതുപോലെ കണ്ടോ, ഇവിടെ നോക്കിക്കേ, സിനിമ അതൊന്നും പറഞ്ഞോണ്ട് പോവരുത്. വീട്ടിൽ അച്ഛനുണ്ട്, പ്രായമായിട്ട് വരുവാണ്, അച്ഛനെ നോക്കണം. എനിക്കതല്ല മോളെ സങ്കടം. എന്താ? ഒരു 19 വർഷം കഴിയുമ്പോ ഇവന് വയസ്സും പ്രായമാവും. ഇവന് വല്ലതും സംഭവിച്ചു പോയാ ഞാൻ പിന്നെ ആരായിട്ട് ഉടക്കുണ്ടാക്കും. അന്ന് അളന്ന് തുടങ്ങിക്കോ. വസ്തു ആണോ? അല്ലല്ല, ഒരു അച്ഛനും മകനുമുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം